ഐസ്ലൻഡിന് മതിയായി. ഏറെ പ്രതീക്ഷകളോടെ 24 വർഷം മുമ്പ് തങ്ങൾ ആരംഭിച്ച ടൂറിസം ക്യാമ്പയിനിന് തങ്ങൾ തന്നെ ഇരകളായി തീരേണ്ടി വന്ന അപൂർവതയാണ് ഐസ്ലൻഡിന്റേത്. കേരളത്തിന് ഗോഡ്സ് ഓൺ കൺട്രി പോലെ ഇൻസ്പയർഡ് ബൈ ഐസ്ലൻഡ് എന്ന പേരിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ അവർ നടത്തിയ ശ്രമങ്ങളാണ് തൊട്ടതെല്ലാം പൊന്നായപ്പോൾ പട്ടിണി കിടന്ന് ചത്തുപോയ മിഡാസിനെ പോലെ അവർക്ക് തന്നെ ശാപമായത്. ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നും ടൂറിസ്റ്റുകൾ ഒഴുകിയെത്തിയതോടെ സ്വസ്ഥത നഷ്ടപ്പെട്ട് നട്ടം തിരിയുകയാണ് ശാന്തരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആ രാജ്യത്തെ ജനങ്ങൾ. എന്നാൽ വെറും 24 വർഷം മുമ്പ് ആരംഭിച്ചതല്ല ഐസ്ലൻഡ് ടൂറിസം. 1200 വർഷത്തെ ചരിത്രമുണ്ട് ഐസ്ലൻഡിലെ ടൂറിസം വ്യവസായത്തിന്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ടൂറിസം വ്യവസായം നിലനിൽക്കുന്ന രാജ്യമാണ് നോർഡിക് പാരമ്പര്യം പേർന്ന ഐസ്ലൻഡ്. വൈക്കിങ്ങുകളുടെ കാലം മുതൽ യൂറോപ്പിലെ മെയിൻലാൻഡിൽ നിന്നുള്ള സഞ്ചാരികളുടെയും വ്യാപാരികളുടെയും ഇഷ്ടകേന്ദ്രമാണ് ഐസ്ലൻഡ്. ആധുനിക കാലത്ത് സാഹസിക ടൂറിസത്തിലും വെൽനസ് ടൂറിസത്തിലും അത്യാവശ്യം കാശ് മുടക്കാൻ തയ്യാറുള്ള യൂറോപ്യൻ അമേരിക്കൻ ടൂറിസ്റ്റുകൾ വന്ന് നിറഞ്ഞിരുന്നു. 2010 വെറും 3,17,630 പേർ മാത്രമുള്ള വർഷം 2.24 മില്യൺ പൗണ്ടിന്റെ മാത്രം ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു രാജ്യത്തിന് ജീവിക്കാൻ ആവശ്യമുള്ളതും അതിനപ്പുറമുള്ളതും ടൂറിസത്തിലൂടെ ലഭിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ 2010 കഥയാകെ മാറി. 2010 ഏപ്രിൽ 14 സ്കോഗറിന് സമീപമുള്ള ജാജാലോക്കിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. ഇതിന് സമീപമുള്ള ചൂടുനീരുറവകളുടെ സമീപം ഉണ്ടായിരുന്ന റിസോർട്ടുകളും സ്പാകളും നശിച്ചു. വൻ നഷ്ടമുണ്ടായി. ഇത് ഐസ്ലൻഡിന്റെ ടൂറിസം വ്യവസായത്തെ മുച്ചൂടും നശിപ്പിച്ചു. വടക്ക് കിഴക്കൻ മേഖലയാകെ പുകപടലം കൊണ്ട് നിറഞ്ഞിരുന്നു. 30ഓളം സജീവ അഗ്നിപർവ്വതങ്ങളുള്ള ഐസ്ലൻഡ് സന്ദർശിക്കാൻ കൊള്ളാത്ത സ്ഥലമാണെന്ന ധാരണ ലോകമാകെ പ്രചരിച്ചു. ആ വർഷം 180 മില്യൺ പൗണ്ടിന്റെ റവന്യൂ നഷ്ടമാണ് ഐസ്ലൻഡിന് ഉണ്ടായത്. 2008 വൻ സാമ്പത്തിക തകർച്ചയ്ക്ക് ശേഷം ടൂറിസം വ്യവസായത്തെ മാത്രം ഉപജീവിച്ച് മുന്നോട്ട് പോയിരുന്ന ഐസ്ലൻഡിന് താങ്ങാനാവാത്ത തുകയായിരുന്നു അത്. ടൂറിസം വരുമാനം ഇല്ലാതായതോടെ ഐസ്ലൻഡ് ഇതിനെ മറികടക്കാനുള്ള പോംവഴികൾ ആലോചിച്ചു. ഐസ്ലൻഡ് എന്നാൽ സുരക്ഷിതമല്ലാത്ത അഗ്നിപർവ്വതങ്ങളുള്ള സ്ഥലം മാത്രമല്ലെന്നും അത് നിങ്ങളെ പ്രചോദിപ്പിക്കുമെന്നും അർത്ഥം വരുന്ന ഇൻസ്പയർഡ് ബൈ ഐസ്ലൻഡ് ക്യാമ്പയിൻ ആരംഭിച്ചു. 2010 മെയ് 14 ക്യാമ്പയിൻ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തു. പിന്നെ ലോകമെമ്പാടും കാടടച്ചുള്ള പ്രചാരണമായിരുന്നു. ലണ്ടൻ ട്യൂബ് റെയിലിലും ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിലും ബീജിംഗിലെ പീപ്പിൾസ് മാർക്കറ്റിലുമെല്ലാം ഇൻസ്പയർഡ് ബൈ ഐസ്ലൻഡ് ഹോർഡിങ്ങുകൾ നിറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഐസ്ലൻഡ് വിസിറ്റ് ടാഗുകൾ നിറഞ്ഞു. അതേറ്റു. അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തേക്കാൾ 53% ടൂറിസ്റ്റ് വർധനയാണ് ആ വർഷം ഡിസംബറിൽ രേഖപ്പെടുത്തിയത്. വെറും 8 മാസം കൊണ്ട് അരയിരട്ടി വർധന. പിന്നെ ഐസ്ലൻഡിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തിരക്ക് നിയന്ത്രിക്കാൻ 2012 യൂറോപ്യൻ സമ്മറിൽ റെയ്ജാവിക് എയർപോർട്ടിന് പുറത്ത് പാസ്പോർട്ട് കൺട്രോൾ ഓഫീസ് ആരംഭിക്കേണ്ടി വന്നു. ഓരോ വർഷവും ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ 30% വർധന. 2020 വെറും 3,64,134 പേർ മാത്രമുണ്ടായിരുന്ന ആ രാജ്യം സന്ദർശിച്ചത് 21,48,390 പേർ. ഐസ്ലൻഡിലെ ഒരു പൗരന് 6 ടൂറിസ്റ്റുകൾ എന്ന കണക്കിൽ. ഐസ്ലൻഡിലെ നോർഡിക് ജനതയ്ക്ക് യൂറോപ്പിലെ മെയിൻലാൻഡിലുള്ള ജനങ്ങളുടെ സ്വഭാവമല്ല. വളരെ ശാന്തശീലരും സ്വന്തം പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്നവരും തങ്ങളുടെ ദിനവൃത്താന്തങ്ങളിൽ സ്വസ്ഥമായി ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരുമാണവർ. ലോകത്തിലെ തന്നെ ഏറ്റവും വഷളൻ ടൂറിസ്റ്റുകളുടെ റാങ്കിൽ 1ഉം 2ഉം സ്ഥാനത്തുള്ള അമേരിക്കക്കാരും ചൈനക്കാരും അടപടലം നോർവീജിയൻ കടൽ താണ്ട് റെയ്ജാവിക്കിൽ ഇറങ്ങിയതോടെ അവരുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. ഓവർ ടൂറിസത്തിൽ പ്രകൃതിക്കാണ് ഏറ്റവും വലിയ ആഘാതമുണ്ടായത്. സബ്പോളാർ ടുണ്ട്ര ഓഷ്യാനിക് ക്ലൈമറ്റ് എന്ന അതിസൂക്ഷ്മ കാലാവസ്ഥാ വ്യതിയാനമാണ് ഐസ്ലൻഡിലുള്ളത്. ഈ മൈക്രോ ക്ലൈമറ്റിക് കണ്ടീഷനുകൾ നിലതെറ്റിയ ടൂറിസവും അതുണ്ടാക്കിയ കാർബൺ ഫുട്പ്രിന്റും മൂലം തകിടം മറിയുകയാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. പായലിന്റെയും ആൽഗകളുടെയും ഫംഗികളുടെയും സ്വന്തം നാടാണ് ഐസ്ലൻഡ്. മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പും ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ വാതക ക്രമീകരണവും നിയന്ത്രിക്കുന്നത് ഓക്സിജൻ സ്വതന്ത്രമാക്കുന്ന ഈ ആൽഗകളാണ്. അതിരുവിട്ട ടൂറിസം ഐസ്ലൻഡിന്റെ സ്വാഭാവിക പ്രകൃതിക്ക് മാറ്റം വരുത്തുന്നു. ആൽഗകൾ നശിക്കുകയും സങ്കരമാക്കപ്പെടുകയും ചെയ്യുന്നു. ഐസ്ലൻഡിൽ മാത്രം കാണപ്പെടുന്ന 2430 കടൽ ജീവികളെ സംരക്ഷിക്കുന്ന മറൈൻ നാഷണൽ പാർക്കുകളിലടക്കം ടൂറിസത്തിന്റെ മാലിന്യം എത്തുന്നു എന്നാണ് ഗ്രീൻ പീസ് പോലുള്ള സംഘടനകൾ ആരോപിക്കുന്നത്. 2022 ഒരു ഐസ്ലൻഡുകാരന് 9 ടൂറിസ്റ്റുകൾ എന്ന കണക്കിലായിരുന്നു അവിടുത്തെ വിനോദസഞ്ചാര വ്യവസായം പോയിക്കൊണ്ടിരുന്നത്. ഇത് ഡേഞ്ചർ സോണും കടന്നുള്ള കളിയാണെന്ന് ഐസ്ലൻഡിന് മനസ്സിലായി. ഇതിനിടെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും നിരവധി സമരങ്ങൾ ഓവർ ടൂറിസത്തിനെതിരെ ഐസ്ലൻഡിൽ നടന്നു. ഐസ്ലൻഡ് പ്രധാനമന്ത്രി കത്രീൻ ജേക്കബ്സ് ഡോട്ടറിന്റെ നേതൃത്വത്തിൽ ടൂറിസത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിന് വേഗത്തിലുള്ള നടപടികൾക്ക് പാർലമെന്റ് അംഗീകാരം നൽകി. ഐസ്ലൻഡ് ഒരു ഷെങ്കൻ സ്റ്റേറ്റ് ആണ്. ഷെങ്കൻ വിസ കയ്യിലുള്ള ആർക്കും അവിടേക്ക് വരാം എന്നതാണ് ടൂറിസം നിയന്ത്രണത്തിൽ ഐസ്ലൻഡ് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. അങ്ങനെയാണ് അവർ ഗ്രീൻ വിസ ബോർഡർ കൺട്രോൾ ആരംഭിക്കുന്നത്. ഐസ്ലൻഡിലേക്ക് ടൂറിസത്തിനായി എത്തുന്നവർ പാലിക്കേണ്ട കർശന നിബന്ധനകൾ അവർ എയർപോർട്ടിൽ വെച്ച് എഴുതി നൽകും. ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് നിരവധി ടൂറിസ്റ്റുകൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കി ടൂറിസം ഷെഡ്യൂളുകൾ ക്രമീകരിച്ചു. ഓഫ് സീസൺ ടൂറിസം പ്രോത്സാഹിപ്പിച്ചു. ടൂറിസ്റ്റുകൾക്ക് മുടിഞ്ഞ നികുതി ഏർപ്പെടുത്തി. ദുബായിൽ നിന്ന് പാരീസിലേക്ക് പറക്കുന്നതിനേക്കാൾ ചെലവുണ്ട് പാരീസിൽ നിന്നും റെയ്ജാവിലേക്ക് എത്താനുള്ള എയർ ടിക്കറ്റിന്. എന്തായാലും അധികം വൈകാതെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ഐസ്ലൻഡ് കടക്കുമെന്നാണ് വിവരം. അതിനു മുമ്പ് അവർ ലോകത്തോട് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. ടു ഇൻസ്പയർ, നോട്ട് കോൺസ്പയർ.